ജിസേലിനോട് നിർത്തി പോടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് അനുമോള് പറഞ്ഞത് നിങ്ങൾ കണ്ടിരിക്കും. എന്തായാലും ആ ഡയലോഗ് ജിസേലിനോട് പറഞ്ഞത് നന്നായി എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അവിടെ ആ സമയത്ത് അതല്ലാതെ പിന്നെ എന്ത് പറയും, ജിസേല് കഴിച്ച ഫുഡിന് അവിടെ കണക്ക് പറഞ്ഞ അടി കൂടിക്കൊണ്ടിരിക്കുകയാണ് നിവിന്റെ അടുത്ത് വന്നു നിന്നിട്ട് അവർക്ക് എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചുകൊണ്ട്. അവിടെ ഭയങ്കര അടിയാണ് അവിടെ നടന്നത്. പക്ഷേ അവിടെ അനുമോൾ ഇവരൊന്നും പ്രതികരിക്കാതെ കുറച്ചു നേരം അവിടെ പുതപ്പെട്ട് കിടന്നു. അവർക്ക് കിടന്ന് ഉറങ്ങാനായിട്ട് ഈ ഫുഡ് കിട്ടിയിട്ട് വേണോ, അവർ വേറെ പലതും കഴിച്ചതല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ വഴക്ക് വെക്കുന്നുണ്ടായിരുന്നത്. ഈ നിവിൻ തന്നെ കൊടുത്തിട്ടാണ് അവർ ആ ഫുഡ് കഴിച്ചത്. ഇപ്പോ അവിടെ ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കിട്ടിയ ഫുഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം എന്നൊരു കാര്യം അവിടെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിവിന്റെ അടുത്ത് അവർ ചോദിച്ചു, നിവിൻ അവർക്കെല്ലാം കൊടുക്കുകയും ചെയ്തു. എങ്കിൽ പിന്നെ നിവിൻ അവിടെ തന്റെ അടുത്തോടെ പറയാം ഞാൻ കൊടുത്തതാണ് അവർക്കെന്ന്. പക്ഷേ നിവിൻ അവിടെ ഇത്തിരി കള്ളത്തരം കാണിക്കുന്നുണ്ട്. ജിസേലിന്റെ അടുത്ത് വന്നിട്ട് അവരെടുത്ത് കഴിച്ചതാണ് എന്നുള്ള രീതിയിലാണ് നിവിൻ അവിടെ സംസാരിച്ചത്. പക്ഷെ നിവിൻ കൊടുത്തതാണെന്ന് ജിസേലിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിവിന്റെ അടുത്ത് വന്ന് നിന്നിട്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവിടെ ഭയങ്കര അടി നടക്കുന്നുണ്ടായിരുന്നത്. അതും പാതിരാത്രി സമയത്ത്. നമുക്കറിയാം ജിസേലും അനും തമ്മിൽ ഒട്ടും ചേരില്ല, രണ്ടും തമ്മിൽ കീരിയും പാമ്പാണെന്ന് നമുക്കറിയാം. പക്ഷേ ഫുഡിന്റെ കാര്യം വരുന്ന സമയത്ത് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് എനിക്ക് തോന്നിയത്. ജിസേൽ കാണിച്ചത് ഭയങ്കര മോശം പ്രവൃത്തിയായിരുന്നു അത് എന്ന് എനിക്ക് തോന്നിപ്പോയി. ഇപ്പൊ അനുമോള് മാത്രമാണ് കട്ടെടുത്ത് കഴിച്ചതെങ്കിൽ അവിടെ പറയാം അനുമോൾ അങ്ങനെ കഴിച്ചത് തെറ്റാണെന്ന് പറയാം. പക്ഷെ അനുമോള് മാത്രമല്ല, അവിടെ ശൈത്യ ഉണ്ടായിരുന്നു, ആദില നൂറി ഉണ്ടായിരുന്നു, ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്ക് എല്ലാവർക്കാണ് നിവിൻ അവിടെ കൊടുത്തത്. അതുകൊണ്ടാണ് അവർ കഴിച്ചതും. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഈ വക വർത്തമാനം അവരെടുത്ത് നിന്ന് അവർ കേൾക്കാൻ വേണ്ടി മനഃപൂർവ്വം പറയുന്നത് കണ്ട സമയത്തുണ്ടല്ലോ, അനുമോള് പറഞ്ഞത് തന്നെയാ പറയാനായിട്ട് നമുക്കും തോന്നിയുള്ളൂ, ഒന്ന് നിർത്തി പൂടി എന്ന് തന്നെയാണ് പറയാൻ തോന്നിയുള്ളൂ. എന്തായാലും അനുമോൾ അത് പറഞ്ഞതിന് ശേഷം പിന്നെ ജിസേൽ അവിടെ വായ അടച്ച് സിബിട്ട് അങ്ങനെ തന്നെ പറയേണ്ടി വരും. അപ്പൊ ജിസേലിനെ സത്യം പറഞ്ഞ അനുമോളെ പേടിയുണ്ടോ എന്നടക്കം തോന്നിപ്പോയി. അവരെ ഇന്നിപ്പോ അവിടെ ടാസ്കിന്റെ ഇടയിൽ അനുമോളുടെ ഡ്രസ്സ് കിട്ടിയ സമയത്ത് ജിസേൽ അത് ഉള്ളിലേക്ക് എടുത്ത് എറിയുന്നുണ്ടായിരുന്നു. അവർക്ക് എടുക്കാൻ പാടില്ല, നിങ്ങളുടെ ഡ്രസ്സ് മാത്രം എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നിരുന്നാൽ പോലും അനുമോളുടെ അത് രഹസ്യമായിട്ട് എടുത്ത് എറിഞ്ഞിട്ട് ഈ പറയണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ഷനും കാട്ടായങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അവിടെ ഭയങ്കര വെറുപ്പാണ് അവർക്കിടയിലുള്ളത് എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇതൊരു ഗെയിമാണ്. ഗെയിം മാത്രമല്ല അവർക്കിടയിലുള്ളത്, ഒരു വെറുപ്പും വിദ്വേഷവും അവർക്കിടയിൽ വന്നു എന്നാണ് എനിക്ക് തോന്നിപ്പോയത്. ഇപ്പൊ ജിസേലിനിടയിലും അനുമോൾക്കിടയിലും ആദ്യം വന്ന സമയം തൊട്ട് തുടങ്ങിയ ഒരു വഴക്കാണ് അവർക്കിടയിൽ. ഇപ്പോൾ അത് ഭയങ്കര വഴക്കായിട്ട് മാറിയിരിക്കുകയാണ്. അനുമോളെ കോർണർ ചെയ്ത് എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമയത്ത് അതിനെ ഒപ്പം നിന്ന് ചുക്കാൻ പിടിക്കുന്ന ഒരാളാണ് ജിസേൽ എന്ന് പറയുന്നത്. ജിസേല് അത് കണ്ട് രസിക്കുന്നുണ്ടോ എന്ന് പോലും തോന്നിപ്പോയിട്ടുണ്ട്. ജിസേലിനെ ക്യൂട്ട്നെസ് വാരി വിതറിക്കൊണ്ട് ജിസേൽ മലയാളം സംസാരിക്കുന്നത് കൊണ്ട് കുറച്ച് സപ്പോർട്ടേഴ്സ് ജിസേലിനുണ്ട്. ആ ഒരു ബലത്തിൽ തന്നെയാണ് ജിസേൽ അവിടെ നിൽക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ അത്രയ്ക്കധികം ഹേറ്റേഴ്സ് ഉള്ള വ്യക്തിയായിട്ട് ഇപ്പൊ ജിസേൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അനുമോളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ജിസേലിന് ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സിനെ കിട്ടുന്നത്. പിന്നെ കുറേ ആമ്പിള്ളേര്, അതായത് ബിഗ് ബോസ് വീട്ടിലുള്ള കുറച്ച് എണ്ണം ഉണ്ടല്ലോ, ജിസേലിനെ എതിർത്ത് സംസാരിക്കാൻ ധൈര്യമില്ലാത്ത കുറച്ച് കുടുവാവകൾ അല്ലെങ്കിൽ പാവടവള്ളികൾ എന്ന് പറയേണ്ടി വരും. അവരൊക്കെ കാരണം ജിസേലിനെ കുറച്ച് വെറുപ്പ് ഇപ്പൊ വന്നിട്ടുണ്ട്. എത്ര നാൾ ജിസേൽ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന അറിയില്ല. പക്ഷെ നല്ലൊരു ഗെയിമർ ആണ് ജിസേൽ. അതുകൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ തുടരണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അനുമോളും ജിസേലും ഉണ്ടെങ്കിലല്ലേ ഗെയിമിന് ഒരു ത്രില്ല് ഉണ്ടാവുള്ളൂ. പക്ഷേ ജിസേൽ ഇന്ന് കാണിച്ചത് വളരെ മോശം പ്രവൃത്തി തന്നെയാണ്.